ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. യെസ്. വിവാദങ്ങൾക്കിടെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തലസ്ഥാനത്ത് തുടക്കമാകും. 30-ലധികം വേദികളിലായി 7000-ലധികം കലാകാരന്മാർ 7 ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളിൽ അണിനിരക്കും. 9-ാം തീയതി നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ഓണം വാരാഘോഷത്തിന് സമാപനമാകും. സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരും. അതിനു മുൻപ് ഗൗതം, എനിക്ക് തോന്നുന്നു ഈ ഓണത്തിന് തിരുവനന്തപുരത്താണ്. അതെ. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ മാധ്യമ വാർത്തകളിലൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ എല്ലാവർക്കും ഉത്സവമാണ്. പക്ഷേ നമ്മൾ ഈ സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് അല്പം ഒന്ന് സ്പെഷ്യൽ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അറിയാം. ഞാൻ പത്തനംതിട്ടയാണ്. ഞങ്ങൾക്ക് ഈ തിരുവോണം വലിയ സംഭവമാണ്. അത് കുടുംബത്തിനൊപ്പം. പക്ഷെ ഞങ്ങളുടെ ഓണം എന്നാണെന്നറിയോ ശരിക്കും? എന്നാണ് ആറന്മുളയിൽ പള്ളിയോടങ്ങളുടെ ഒരു വലിയ മഹാസംഗമം വരാൻ പോവുകയാണ്. ആ പള്ളിയോടങ്ങൾ എത്തി ആ ഉത്രാടം നാളിൽ ഓണം അവിടെയാണ് ശരിക്കും പറഞ്ഞത്. അതോടുകൂടിയാണ് കേരളത്തിൽ ഓണം അവസാനിക്കുന്നത്. പിന്നീട് ഒരു വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പോൾ നമുക്ക് ശാലിനിയിലേക്ക് പോയാലോ? ശാലിനി അവിടെ തയ്യാറായി നിൽക്കുകയാണ്. ശാലിനി, എങ്ങനെയാണ് ഓണാഘോഷം? ഒരു ഓണത്തിൻ്റെ വൈബിലേക്ക് പോകുകയാണല്ലോ നമ്മുടെ തലസ്ഥാനം. പറയൂ. ഗൗതമും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഓണം വൈബിലേക്ക് കേരളം എത്തി. പക്ഷേ തിരുവനന്തപുരത്ത് പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഓണം വൈബ് അത്ര കാര്യമായി മുൻ വർഷത്തെ പോലെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ ഓണം വൈബ് ശക്തമായി എത്തും. ഒപ്പം തന്നെ പൊളിമൂഡിലേക്ക് തലസ്ഥാന നഗരം മാറാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഔദ്യോഗിക ചടങ്ങുകൾ തുടക്കമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു ചടങ്ങ് വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിനെ മാറ്റുകൂട്ടാൻ മുഖ്യ അതിഥികളായി തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങൾ എത്തുന്നുണ്ട്. അത് പ്രധാനമായും മലയാള സിനിമാ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ ഇപ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ബേസിൽ ജോസഫ് മുഖ്യ അതിഥിയായി എത്തുന്നുണ്ട്. തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് രവി മോഹൻ, ജയൻ രവി എന്നറിയപ്പെടുന്ന രവി മോഹനും ഈ പരിപാടിയുടെ മാറ്റുകൂട്ടാനായി തലസ്ഥാനത്തേക്ക് എത്തും. കൂടാതെ തന്നെ വിവിധ വാദ്യ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി വിവിധ ബാൻഡുകളുടെ പരിപാടികൾ കൂടി ഇന്ന് കനകക്കുന്നിൽ നിശാഗന്ധിയിൽ തുടങ്ങുന്നുണ്ട്. അപ്പം തന്നെ തലസ്ഥാന നഗരത്തിലേക്ക് ഓണം വൈബ് എന്ന് പറയുമ്പോൾ അത് ഈ ലൈറ്റും ഒക്കെയുള്ള ഒരു വലിയ വർണ്ണ കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ള ആഘോഷങ്ങളാണ്. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടി ആ വർണ്ണ കാഴ്ചകൾക്ക് ഔദ്യോഗികമായി തുടക്കമിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ കലാപരിപാടികൾ കൂടി ഒരുങ്ങുകയാണെങ്കിൽ 33 വേദികളിലായി വലിയ രീതിയിലുള്ള ഓണാഘോഷ ചടങ്ങുകൾക്കാണ് ഒരാഴ്ചക്കാലം ഇനി തലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 1000-ഓളം വരുന്ന കലാകാരന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 7 രാത്രികളിൽ അത് ഡാൻസും പാട്ടും ബാൻഡുകളുടെ പരിപാടികളും ഒപ്പം തന്നെ എക്സിബിഷനുകളും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഒക്കെയായി 33 വേദികൾ നമ്മുടെ തലസ്ഥാനത്ത് ഇന്നിപ്പോൾ ഔദ്യോഗികമായി ഓണാഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. നമുക്ക് 2 ദിവസം ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ല എന്ന് പറയാം. കാരണം ലൈറ്റ്സും എല്ലാ സ്റ്റേജുകളിലും പരിപാടികളാണ്. നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഒരുപാട് സ്റ്റേജ് ഷോകൾ നടക്കും. അങ്ങനെ കുടുംബത്തോടെ പോകുക, അതാണ് നമുക്ക് പറയാനുള്ളത്. വിവാഹം കഴിച്ചവരൊക്കെ കുടുംബമായി പോയി പരിപാടികളൊക്കെ ആസ്വദിച്ച് വരിക. കാരണം ഓണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന, അത് പൂർണ്ണമായി ആഘോഷിക്കാൻ പറ്റുന്ന നന്മയുടെ ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ നന്മയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അതിനെ ആ നിലയിൽ കണ്ടുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കണം. നമ്മൾ ഈ നന്മയെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഒരു വരും തലമുറ അല്ലെ, നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. ആ ഒരു രീതിയിലേക്ക് അടുത്ത തലമുറ അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം നൂറ്റാണ്ടുകൾ ഈ സംസ്കാരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ രാഷ്ട്രം നിലനിൽക്കത്തുള്ളൂ. അതാണ് നമുക്ക് മുൻപേ സഞ്ചരിച്ചവർ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള പാഠം.